ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ, നമ്മൾ പണത്തിന് പണം വേണമെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേങ്കിൽ ആ പണത്തിന്റെ വാല്യൂ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരത്തിനകത്ത് കിട്ടുന്ന ആ ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരത്തിനകത്ത് കിട്ടുന്ന ഒരു പഴം, അത് നമ്മൾ അതിനെ മരത്തെ നട്ട് വളർത്തി അതിനെ നന്നായിട്ട് പുഷ്ടിപ്പെടുത്തി വളർത്തിയെടുത്തെങ്കിലേ നമുക്ക് അതിനകത്ത് നിന്ന് ആ ഒരു ഫലം പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ആ മരത്തിൽ നിന്ന് നമുക്കൊരു പഴം ലഭിക്കത്തുള്ളൂ. ആ മരം വളരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം കാത്തിരിക്കണം, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടണം. അതിനെ നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നന്നായിട്ട് വളർത്തി അതിന് നല്ല വേരൊക്കെ പിടിച്ച് മുന്നോട്ട് വളർന്നെങ്കിലേ നമുക്ക് അതിൽ നിന്ന് നല്ല ഫലം ലഭിക്കത്തുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ രൂപയും നമ്മൾ സമ്പാദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ സാമ്യപ്പെടുത്തിയിട്ട് ആ ഒരു മരത്തിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേങ്കിൽ ഈ ഫലം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. പക്ഷേങ്കിൽ ആ മരം നേരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഉറപ്പുള്ള വേരും വളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അത് നേരെ നിൽക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ ആ മരത്തിന്റെ വേരെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ഫാമിലിയും നമ്മുടെ ബന്ധുക്കളും നമ്മളുടെ കൂട്ടുകാരും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ നേരെ നിൽക്കാൻ നമുക്കൊരു ഉറപ്പ് കിട്ടുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ കുറെ പണം സമ്പാദിക്കുന്നുണ്ട്, നമുക്ക് കുറെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല കാര്യത്തിനും തീരുമാനം എടുക്കാനുള്ള പവർ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടീവായിട്ടൊരു ആള് നമ്മുടെ കൂടില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ എത്രത്തോളം വിലമതിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എത്രത്തോളം വളർന്നാലും നമ്മുടെ വളർച്ചയുടെ പിന്നിൽ ആരെങ്കിലുമൊക്കെ നമ്മളുടെ കൂടെ നമുക്ക് സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്നായിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു വളർച്ച ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് താങ്ങായി നിന്നവരെ, തണലായിട്ട് നിന്നവരെ മറക്കാതിരിക്കുക. അത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മളിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും. ആ ഹാർഡ് വർക്ക് നമ്മൾ ഒരാളിൽ നിന്ന് മാത്രമായിരിക്കത്തില്ല, നമ്മുടെ ചുറ്റും നിന്ന് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ സഹായിച്ചവരെ നമ്മൾ മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവരെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് വളർന്നാലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നത് പോലത്തുള്ള വളർച്ച ആയിരിക്കത്തില്ല. വലിയ വൃക്ഷം പോലെ നമ്മൾ പടർന്ന് പന്തലിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ ഒരു പടി കുറച്ച് മുന്നോട്ട് ഉയർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഇച്ചിരി അഹങ്കാര ഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നിയാലുണ്ടല്ലോ, നമ്മളായിരിക്കും ആദ്യത്തെ ആ ഒരു വളർച്ച നമ്മളായിരിക്കും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കാലം ഇടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മറന്നോട്ടെ, അത് നമുക്ക് വിഷയമല്ല. അവർ നമ്മളോട് സംസാരിക്കുന്നില്ല, അവരുമായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റും ഇല്ല, എന്നാൽ കൂടിയും അവരെ നമ്മൾ എന്നും ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവമേ നീ നന്മയായിട്ട് ചെയ്തു കൊടുക്കണേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞത് ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ ടേക്ക് കെയർ. ബൈ.